നമ്മുടെ മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത ഈ വർഷത്തെ ആദ്യത്തെ സിനിമ വരുവാണല്ലോ ഡൊമിനിക്. അപ്പൊ അതിന്റെ ട്രെയിലറും അതുപോലെ പോസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പടം അടുത്ത ആഴ്ച, അതായത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇറങ്ങാൻ പോകുന്നത്. എങ്ങനെയുണ്ട് ട്രെയിലർ കണ്ടിട്ടുള്ള പ്രതീക്ഷകൾ? മമ്മൂട്ടി കമ്പനി നമുക്ക് ഇതുവരെ കൊണ്ടുവന്ന എല്ലാ പടങ്ങളും ഹിറ്റാണ്. അതുപോലെ നമ്മളൊരു പ്രതീക്ഷ വെച്ചിട്ടും ഒന്നാമത് ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ഒരുപാട് നിഗൂഢതകൾ ഒളിച്ചു നിൽക്കുന്ന ഒരു പടം. അതായത് നമുക്കാർക്കും ഒരു പിടുത്തം തന്നില്ല ഇതുവരെ. എന്താണ് അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷെ അതിൽ എന്താണ് എങ്ങനെയാണ് വരിക എന്നുള്ളതും അതിൽ ആ ട്രെയിലറോ ആയാലും ആ ടീസറായാലും രണ്ടും നമുക്ക് ഒരു പിടുത്തം തന്നിട്ടില്ല ഇതുവരെ. പക്ഷെ നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ എന്താവും, മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഇതുവരെ വന്ന പടങ്ങളെല്ലാം നല്ല ഹിറ്റാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഡൊമിനിക് എന്താ പറയാ, മമ്മൂട്ടി ഗൗതം വാസുദേവൻ രണ്ടുപേരും എണ്ണിക്കുന്നു. അപ്പൊ ഫസ്റ്റ് ഒരു ടീച്ചർ ഒരു പോസ്റ്റർ ഇറങ്ങി എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഒരു കോമഡി പടം, ഒരു ഫൺ പടം എന്ന് വിചാരിച്ചു. പിന്നെ ടീച്ചർ ഇറങ്ങിയപ്പോഴാണ് ഇത് ഇൻവെസ്റ്റിഗേഷൻ ആണ് മനസ്സിലായത്. എവിടേക്കോ ട്രെയിലർ കണ്ടപ്പോൾ നമുക്കൊരു എന്താ ഒരു ഷേക്സ്പിയർ വൈബ് നല്ല മെയിനായിട്ട് പ്രതീക്ഷ ഗൗതം വാസുദേവൻ. ആ ഡയറക്ടറാണ് ചുമ്മാ മലയാളത്തിലേക്ക് വരത്തില്ല, അത് മമ്മൂട്ടി വെച്ച് മമ്മൂട്ടി കമ്പനി വരുന്നു. പിന്നെ എന്താ പറയുക, എനിക്ക് ട്രെയിലർ കണ്ടപ്പോ എവിടെയൊക്കെ ഒരു ഷേക്സ്പിയർ വൈബ് ഫീൽ ചെയ്തു. ഒരു ഷേക്സ്പിയർ രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ. സോ എന്താ പറയാ ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ എനിക്ക് ഈ മാസം ഇൻവെസ്റ്റിഗേഷൻ വെച്ച് ആഗ്രഹമാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു ഡിഫറെന്റ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയ മുതൽ ഫുൾ ഇൻവെസ്റ്റിഗേഷൻ, രേഖാചിത്രം, പിന്നെ മറ്റേ അതിന്റെ തൊട്ട് മുമ്പ് ഐഡന്റിറ്റി, അതിന് തൊട്ട് നമ്മൾ വേറെ ഐഡി അത്ര പക്ഷെ ട്രാവൻകൂട് എല്ലാം വരുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അവസാനം എനിക്ക് തോന്നുന്നത് ഡൊമിനിക്ക തോന്നുന്നുണ്ട്. ആ ത്രില്ലറിൽ എന്തൊക്കെ വ്യത്യസ്തതയുണ്ട്, ഒരു ഷേക്സ്പിയർ വെച്ച് വരുന്ന എന്ന രീതിയിലുള്ളത്. പിന്നെ ഗൗതം വാസുദേവൻ, മമ്മൂട്ടി കമ്പനി, മമ്മൂട്ടി, ഇതാണ് പ്രതീക്ഷ. അജിത്തിനെയും സൂര്യയൊക്കെ വെച്ചിട്ട് അവിടെ ചെയ്ത സംഭവങ്ങളാണ്. അത് പക്ഷെ ഭയങ്കര ആക്ഷൻ ഓറിയന്റഡ് ആണ്. ഈ ട്രെയിലറിൽ അങ്ങനത്തെ ലീഡ്സ് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പക്ഷെ ഇത് വേറൊരു തരത്തിലാണ്. അല്ല, ഇത് കമ്പാരിറ്റീവ്ലി ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സൺ ആണ്. സോ ഒരു ആക്ഷൻ പടം എനിക്ക് തോന്നിയില്ല. എന്നാൽ ആക്ഷൻ ട്രെയിലറിൽ എന്തോ ഷോർട്സ് ഒക്കെ ഉണ്ട്. സോ ആക്ഷൻസ് ഉണ്ടാവും. പക്ഷെ എന്നാലും കൂടുതൽ ഒരു നമ്മളെ ഈ ഷേക്സ്പിയറിന്റെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ ഫോളോ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സർവീസ് ഉള്ള ഒരാള് എങ്ങനെ ചെയ്യുന്നുള്ളത്. പക്ഷെ പുള്ളി ഇതുവരെ തമിഴിൽ ചെയ്ത് തമിഴും മലയാളമായിട്ട് ഡിഫറെന്റ് ഉണ്ടാവും. ആ ഒരു ഡിഫറെന്റ് ഇത് മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ആ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. കാരണം എന്ന് പറഞ്ഞാൽ തമിഴിൽ നമ്മൾ ആക്ഷനാണ് കൂടുതലും, ആക്ഷനും വെടിക്കെട്ട് പാട്ടുകളൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതിൽ. പക്ഷെ മലയാളം അതിൽ ഡിഫറെന്റ് ആണ്, സ്റ്റോറിക്കാണ് പ്രാധാന്യം കൊടുക്കുക. പക്ഷെ ആ ഒരു ഇതാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് ആ ട്രെയിലർ കണ്ടിട്ട്. ഇതില് ഡയറക്ടർ ആക്ടർ കോമ്പിനേഷൻ പോലെ മമ്മൂട്ടിയും സുരേഷ് മകനും നല്ല കോമ്പിനേഷൻ ആണ്. നല്ല രസമുണ്ടാവും. പ്രതീക്ഷയാണ് മമ്മൂട്ടി കമ്പനി എന്നുള്ള ഒരു പ്രതീക്ഷ, ഗൗതം വാസുദേവൻ എന്നുള്ള ഒരു പ്രതീക്ഷ. മാസ്റ്റർ പീസിലാണെന്നാണ് ഒരു അവസാനമായിട്ട് അഭിനയിച്ചത് രണ്ടുപേരും. പക്ഷെ അതിനകത്ത് അധികം ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നില്ല. ത്രൂ ഔട്ട് ഉണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരും ത്രൂ ഔട്ടുള്ള സീനാണ്. എന്തായാലും പൊളിക്കും. നമുക്ക് അടുത്ത ആഴ്ച ഇതേ തിയേറ്ററിൽ നിന്ന് തന്നെ ഇതിന്റെ ബാക്കി നല്ല റിപ്പോർട്ട് നോക്കി തരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ? അതെ.